നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി പാലക്കാട്ട് നിന്നും പി സനിൻ ചേരുന്നു തത്സമയം. പി സനിൻ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? കഴിഞ്ഞ കുറേ ദിവസത്തിന് ശേഷം സുഖമായി ഉറങ്ങിയോ? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഉറക്കം അങ്ങനെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ്. അത് ഉറങ്ങിയില്ല, അതുകൊണ്ട് ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഞാൻ രാവിലെ തന്നെ കുറച്ച് ആളുകളെ കാണാനുണ്ടായിരുന്നു. 1-2 ആശുപത്രി സന്ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ആളുകൾ വന്നതും ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ വ്യത്യസ്തമായ മറ്റൊരു ദിവസം എന്നുള്ളതല്ലാതെ സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. 1-2 ദിവസം ഈ ശബ്ദത്തിനൊരു വിശ്രമം കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? തൊണ്ട നന്നായിട്ട് ഇടറിയിട്ടുണ്ട് ശബ്ദം. സ്ക്രാച്ച് വല്ലതും വീണോ? അല്ല, ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഏതാ? തൊണ്ടയിൽ ചെറിയ സ്ക്രാച്ച് വല്ലതും വീണിട്ടുണ്ടോ എന്ന്? സ്ക്രാച്ച് അല്ല, വോക്കൽ കോഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായി തന്നെ പരിഹരിക്കണമെങ്കിൽ ആദ്യം വോയിസ് റെസ്റ്റും അതിൻ്റെ കൂടെയുള്ള 1-2 കാര്യങ്ങളുമാണ്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? നമ്മൾ മൗനം അവലംബിച്ചാൽ അതിനർത്ഥം വേറെയാവും. പറയാനാണെച്ചാൽ ഒരുപാടുണ്ട് താനും, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ജനപ്പാരോട്. അതൊക്കെ ചോദിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, തീർച്ചയായിട്ടും. സരീൻ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ തുറന്നു തന്നെ പല കാര്യങ്ങളും ചോദിക്കാമെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തേത്, എനിക്ക് ആത്മവിശ്വാസമാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത്. ബൂത്തുകളിൽ പലതരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നു. മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടിയത് NDAക്ക് ഗുണകരമാണെന്ന് പറയുന്നു. പിരായിരിയിൽ വോട്ട് കുറഞ്ഞത് UDFന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുന്നു. കണ്ണാടിയിലും അല്പം വോട്ട് കുറഞ്ഞത് LDFന് ക്ഷീണമാകുമെന്നും പറയുന്നു. അവസാനത്തെ കണക്കുകൂട്ടലുകളിൽ ഇപ്പോൾ സരീന് തോന്നുന്നത് എന്താണ്? ആത്മവിശ്വാസത്തിൻ്റെ നിലവാരം എത്രത്തോളമുണ്ട്? 3 തരത്തിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. 1, 1,50,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്ന ആളാണ് ഞാൻ. അത് ഒരുപക്ഷെ ആളുകൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള നമ്മുടെ ഒരു വിലയിരുത്തലായിരുന്നു. അതിലേക്ക് ഇത് ഉയർന്നില്ല എന്നുള്ളതിൽ ഒരു ചെറിയ നിരാശയുണ്ട്, ചെറിയൊരു നിരാശ. കാരണം ജനങ്ങൾ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിൽ നിസ്സംഗത പുലർത്തിയോ എന്ന് ചോദിച്ചാൽ പുലർത്തി. പക്ഷേ ആ നിസ്സംഗത മുഴുവനായും ഇന്നലെ വോട്ടുകൾ ആരൊക്കെ ബൂത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുമല്ലോ. ബൂത്തിലെ നമ്മുടെ ഏജന്റ് അതെല്ലാം ടിക്ക് ചെയ്യും. പോളിംഗ് ഏജന്റ് എന്ന് പറയും. ആ ഏജന്റ് തന്ന ടിക്ക് ചെയ്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ, വരാത്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ആശ്വാസത്തിനാണ് വഴിമാറുന്നത്. അതായത് വരാത്ത വോട്ടുകൾ മുഴുവൻ മുൻപ് വന്നിരുന്ന ശീലങ്ങളിൽ നിന്നുള്ള വായനയിലൂടെ പോകുമ്പോൾ UDFന് അനുകൂലമാകേണ്ടതോ BJPക്ക് അനുകൂലമാകേണ്ടതോ ആണ്. അതായത് 7,000 വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും LDFനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് വോട്ട് ചെയ്തവരുടെ പേരുകൾ വെച്ചും വോട്ട് ചെയ്യാൻ വരാത്തവരുടെ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബോധ്യം വന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നിഷേധ വോട്ടുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത UDF BJPക്കാർ വീട്ടിലിരുന്നു നിസ്സംഗതയോടുകൂടി എന്നുള്ളത് കൊണ്ടാണ്. കുറേ കാലമായി നിസ്സംഗതയോടെ വീട്ടിലിരുന്ന പക്ഷെ കുറേ ആളുകൾ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉദാഹരണം കൃത്യമായി പറയാം, 2 തെരഞ്ഞെടുപ്പുകളിലായി ലോക്സഭയിലും നിയമസഭയിലും 2016 ശേഷം ടിക്കിടാൻ ബൂത്ത് ഏജന്റുമാരായിരുന്നവർക്ക് പറ്റാത്ത പേരുകൾ, 40, 50, 60 വയസ്സായവർ, അതായത് വീട്ടിലുണ്ടായിട്ട് വോട്ട് ചെയ്യാൻ അവരവരുടെ പ്രയോറിറ്റികളിൽ വോട്ട് രണ്ടാമത് മാത്രമായി കണ്ടവർ, തിരക്കുകളിൽ പെട്ടവർ, അവർ തെരഞ്ഞു പിടിച്ച് വന്നിട്ടുണ്ട്. ആദ്യമായി 5-8 വർഷങ്ങൾക്ക് ശേഷം ടിക്കിടാൻ പറ്റി, ഇവർ വന്നു എന്നുള്ളത്, അവരെന്തിനു വന്നു, ആർക്ക് വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ളത് വളരെ അനുകൂലമായ ഘടകമാണ് എന്നുള്ളതും വിലയിരുത്താൻ സാധിക്കുന്നു. 3ാമത്തെ കാര്യം, മാത്തൂരിലും കണ്ണാടിയിലും വോട്ടിൻ്റെ എണ്ണത്തിൽ വലിയ കുറവില്ല. വോട്ട് എണ്ണം അതുപോലെ നിൽക്കുന്നു, ശതമാനം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോഴും LDFൻ്റെ വോട്ടുകൾ കൂടിയിട്ടേ ഉള്ളൂ എന്ന് വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഞാൻ പറയാം, കണ്ണാടിയിൽ 17,000-അടുത്ത് വോട്ടുകളാണ് പോൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലെ 10,000 വോട്ടുകളും LDFന് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് ഇന്നലത്തെ കണക്കുകളിൽ നിന്ന്, ബൂത്ത് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാത്തൂരും കണ്ണാടിയിലും കോൺഗ്രസ് വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കണ്ടമാനം ഒഴുകിയിട്ടുണ്ട്. പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും UDF വോട്ടുകൾ LDFന് അനുകൂലമായി ധാരാളം വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായി UDFൻ്റെ വോട്ടുകൾ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വന്നു. മാത്തൂരിലും കണ്ണാടിയിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. BJP ആത്മവിശ്വാസം കൊള്ളുന്നത് നഗരത്തിലെ വോട്ട് എണ്ണത്തിൽ കുറച്ച് കൂടുതലുണ്ടെന്നാണ്. ശരിയാണ്, എണ്ണം കൂടുതലുണ്ട്. എണ്ണം കൂടിയത് മുഴുവൻ, അല്ലെങ്കിൽ BJPക്കാരായിട്ടുള്ളവർ വന്നത് മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ള ലഘുവായിട്ടുള്ള
വായനയിൽ നിന്നുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണത്. ഞാൻ ഉറച്ചു പറയുന്നു, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ഉണ്ടാവാൻ പോകുന്ന നേട്ടം അറിഞ്ഞുകൊണ്ട് തന്നെ ജയിക്കേണ്ടത് LDF ആണ് എന്ന് തീരുമാനമെടുത്ത എത്രയോ BJP വോട്ടുകൾ കൂടിച്ചേർന്നതാണ് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണം എന്നുള്ളതും കൂടി സാന്ദർഭികമായി പറയുകയാണ്. അതായത് 50,000 കടക്കും LDFന്റെ താങ്കൾക്ക് കിട്ടാൻ പോകുന്ന വോട്ടെന്നാണ് പറഞ്ഞു വരുന്നത് സരിൻ. 60,000 വോട്ടിൽ കുറയാത്തത് കിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഫിഗറിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 8,000 മുതൽ 10,000 വോട്ടുകൾ വരെ അതിനെ കിഴിക്കുന്നത്, കണക്ക് കൂട്ടിയാൽ മാത്രമേ കൂട്ടിയും കിഴിച്ചുമാണല്ലോ വിലയിരുത്തേണ്ടത്. അതെ, വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഞാൻ ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയ കണക്കുകളും കിഴിച്ച കണക്കുകളും ചേർത്ത് പറയുകയാണ്. 60,000-നും 62,000-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ കണക്കുകൾ ബൂത്തിൽ നിന്ന്. കാരണം 55-58 വരെയൊക്കെയാണ് NDA സ്ഥാനാർത്ഥികൾ പോലും മനസ്സുകൊണ്ട് കണക്കാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് LDF പോകുന്നുവെന്ന് പറഞ്ഞാൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്നാണ് അർത്ഥം. ആണോ പൈസരിൻ? അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതിനെ അങ്ങനെയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. UDFന്റെ രാഷ്ട്രീയ അടിത്തറ പാലക്കാട് എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിൻ്റെ നേർചിത്രം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും. അത് 3-മതാവുക എന്നുള്ളത് മാത്രമല്ല, ബഹുദൂരം പിന്നിലായി പോയി ആ പ്രവർത്തകരോട് ഒരുപക്ഷെ നേതൃത്വം കാണിച്ച വഞ്ചന, അതിന് പ്രവർത്തകർ കൊടുത്ത ശിക്ഷ, അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിക്കുന്ന ഒരു കെട്ട 3-ാം സ്ഥാനമായിരിക്കും കോൺഗ്രസിനെ ജനങ്ങൾ എത്തിക്കുക. അത് അങ്ങനെയാണെങ്കിൽ സതീശനും ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ തിരിച്ചടിയാകും. കോൺഗ്രസിന് നല്ലതല്ലേ അത്? ഈ 3 കൂട്ടർക്കും തിരിച്ചടി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാവുക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്കാണ്. അതുകൊണ്ട് കോൺഗ്രസിന് നല്ലതാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. തിരിച്ചടി ആർക്കെന്നൊന്നും കാണണ്ട. കോൺഗ്രസിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾക്ക് അതൊരു നിമിത്തമാവുകയാണെങ്കിൽ, ഒരു ശുദ്ധികലശം അവിടെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ.